കസ്റ്റമറെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മളെല്ലാവരും റീസെല്ലിങ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക, പറയുമ്പോൾ ഇതുപോലെ വീട്ടിലിരുന്നൊക്കെ ഡ്രസ്സ് സെയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് ആരെ? നമ്മളെ ഫ്രണ്ട്സിനെ, നമ്മളെ കുറച്ച് അയൽവാസികളെ, നമ്മളെ റിലേറ്റീവ്സിനെ. എന്നിട്ട് ഇവർ സാധനം വാങ്ങിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ 90% ആളുകളും നമ്മളൊരു ജോബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പം അതിന് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം. ഹലോ, അസ്സലാമു അലൈക്കും. നഷാസ് ബൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കുറച്ച് അടിപൊളി ഗൗൺ വിത്ത് ഷോളിൻ്റെ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൗണും അതിൻ്റെ കൂടെ ഷോളും, അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഗൗണാണ്. അതിൻ്റെ കൂടെ വിത്ത് ഹിജാബ് ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്ന ഒരു ഗൗണാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, എൻക്വയറി ചെയ്യുക. നിങ്ങൾ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. പേയ്മെൻറ്റ് GPay ആണ്. GPay വഴി പേയ്മെൻറ്റ് അയക്കുക, പിന്നെ ബുക്കിംഗ് കൺഫേം ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് നമ്മൾ റീസെല്ലേഴ്സിന് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റീസെല്ലേഴ്സിന് അറിയാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് റീസെല്ലിങ് ചെയ്യാം, അതിനെന്തൊക്കെ ഹെൽപ്പ് നമ്മൾ ചെയ്തു തരും എന്നതിനെ കുറിച്ചിട്ടാണ്. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് റീസെല്ലിങ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറെ നമ്മൾ എങ്ങനെ കണ്ടെത്തും. നമ്മളെല്ലാവരും റീസെല്ലിങ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക, നമ്മളൊരു വർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതുപോലെ വീട്ടിലിരുന്നൊക്കെ ഡ്രസ്സ് സെയിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കുന്നത് ആരെ? നമ്മളെ ഫ്രണ്ട്സിനെ, നമ്മളെ കുറച്ച് അയൽവാസികളെ, നമ്മളെ റിലേറ്റീവ്സിനെ ഒക്കെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കുക. പക്ഷേ ഇവരെ നമ്മൾ പരിഗണിക്കും. എന്നിട്ട് ഇവർ സാധനം വാങ്ങിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ 90% ആളുകളും നമ്മളൊരു ജോബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുമ്പം അതിന് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്. ഞാനൊരു 7 വർഷത്തോളം റീസെല്ലിങ് മാത്രം ചെയ്ത ഒരാളാണ്. ഇപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ഷോപ്പ് ഇട്ടത്. അപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് വനിതകളുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ വീട്ടിൽ ഒരു വരുമാനം ഇല്ല, അത് ചെയ്യാൻ പറ്റാതെ ചെറിയ കുട്ടികളുള്ളവരും പഠനം പാതി വഴിക്ക് പോയവരും പിന്നെ രോഗികളായവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരാരും എന്ത് ചെയ്യാത്തത്, ഇങ്ങനത്തെ ജോലി ചെയ്യാൻ തയ്യാറാവാത്തത്. അപ്പോൾ നമ്മൾ ഒരു ജോബ് ചെയ്യാൻ ഏറ്റെടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം നമ്മളതിലേക്ക് ഇൻവോൾവ് ആവാൻ മാക്സിമം ശ്രമിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരെ മാത്രമായിരിക്കരുത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരെ ഫോക്കസ് ചെയ്യാം, പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തുനിന്നൊരു കസ്റ്റമറെ കണ്ടെത്തുന്നതിനേക്കാൾ എത്രയോ റിസ്ക്കാണ് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങുകയാണ്. ഞാനിങ്ങനെ സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും ഇതെന്താ സംഭവം. അപ്പോൾ ഞാൻ പുതിയൊരു ഷോപ്പിൻ്റെ ഇത് തുടങ്ങിയതാണ്, ഞാൻ റീസെല്ലിങ് ചെയ്യാണ്. മേടിക്കത്തില്ല, ആരും നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല. നമ്മളെ പരിചയമുള്ളവരാരും നമ്മളെ റിലേറ്റീവ്സ് പെട്ടവരും 90% ആളുകളും അങ്ങനെയാണ്, വാങ്ങിക്കില്ല. കാരണം എന്താ? അപ്പോൾ നമുക്കിതൊന്ന് വലിയ എന്തോ ചിലപ്പോൾ നമ്മൾ 30 രൂപയൊക്കെ ലാഭം മാത്രം ഇട്ട റീസെല്ലർമാരെ എനിക്കറിയാം, പക്ഷേ വാങ്ങിക്കില്ല. ഇവർക്ക് എന്തോ ഇതിൽ നിന്ന് വലിയ എമൗണ്ട് ലാഭമുണ്ട്. ഒരു 1500 രൂപേൻ്റെ ഡ്രസ്സ് ഇവർ 1000 രൂപ അല്ലെങ്കിൽ ഒരു 800 രൂപ ആകുന്നുള്ളൂ, ബാക്കി 600 ഇവരെ പ്രോഫിറ്റാണ് എന്നാണ് പൊതുവേ എല്ലാവരും ധാരണ. എന്നിട്ട് വാങ്ങിക്കില്ല. 2000 കൊടുത്ത് ഷോപ്പ് പോയിട്ട് വാങ്ങിക്കും നമ്മളെ മുമ്പ് കൂടെ. പക്ഷേ നമ്മളടുത്തുനിന്ന് വാങ്ങിക്കില്ല. നമുക്ക് ആ ലാഭം കിട്ടുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് എല്ലാവരും എന്നല്ല കേട്ടോ പറയുന്നത്. ഒരു 90% ആളുകളും എൻ്റെ അടുത്ത് റീസെല്ലർമാർ പറഞ്ഞവരും എൻ്റെ അനുഭവത്തിലും അങ്ങനെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? ഒരിക്കലും നമ്മളെ വീട്ടിലുള്ളവരെയും നമ്മളെ ഫ്രണ്ട്സിനെയും നമ്മളെ ഫാമിലി ഫ്രണ്ട്സിനെയും ഒക്കെ മാത്രം, അയൽവാസികളെയൊക്കെ മാത്രം ഫോക്കസ് ചെയ്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ തുടങ്ങുന്ന ഒരു ബിസിനസ്സും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വച്ച പിടിക്കാനും പോകുന്നില്ല, ആരും രക്ഷപ്പെടാനും പോകുന്നില്ല. നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയൊക്കെ ഇറങ്ങുക. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ എന്തായിക്കോട്ടെ, നമ്മൾക്ക് എല്ലാവരും ഉണ്ടായിക്കോട്ടെ. കാരണം നമ്മൾ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് വേണമല്ലോ. ആ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ആക്കുക, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കുക. ഈ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് അക്കൗണ്ട് ഇല്ലാത്തവരില്ല. ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. ആദ്യമൊന്നും ആരും ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷേ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുക. നമ്മൾ എന്ത് വന്നാലും നമ്മൾ പിന്മാറില്ല എന്നുള്ള വാശിയിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻ ചെയ്യുക. പിന്നെ ഞാൻ ഈ ഇട്ട് തരുന്ന പിക്ക് എല്ലാം കൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു പണിയില്ല. ഇൻഷോട്ടിൻ്റെ ആപ്പിൽ എഡിറ്റ് ചെയ്താൽ മതി. ഏത് പൊട്ടൻക്കും എഡിറ്റ് ചെയ്യാൻ കഴിയും.
അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക. നമ്മളെ കാണിക്കണ്ട, നമ്മൾ ആരാന്ന് റിവീൽ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. നമ്മൾ വോയിസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ വോയിസ് ഇട്ട് കൊടുത്താൽ മതി. വോയിസ് ഇട്ട് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഒരാൾ പോലും ആദ്യം സബ്സ്ക്രൈബ് ചെയ്യില്ല. പിന്നെ ഷോർട്ട് വീഡിയോ നന്നായിട്ട് പോസ്റ്റ് ചെയ്യുക. ഒരാരെക്കൊണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് മടുക്കാതെ നിങ്ങൾ ഡെയിലി, ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോ ഇടാൻ വീഡിയോസ് നമ്മളെ ഗ്രൂപ്പിൽ വരുന്നില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഷോർട്ട് വീഡിയോ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ ആവശ്യമുള്ളവരെ, ചാനൽ തുടങ്ങിയവരെ മൊത്തത്തിൽ ഞാൻ ആ ഗ്രൂപ്പിലോട്ട് മാറ്റിയാൽ ഡെയിലി ഞാൻ വീഡിയോസ് എടുത്ത് അതിലേക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒരാളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കാതെ ഒരു ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊരു മ്യൂസിക് ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ സിമ്പിളാണല്ലോ, അതൊന്നും ഒരു പണിയില്ല. ഒരു മ്യൂസിക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടണം. ഒരേ ടൈമിൽ ഇടാൻ ശ്രമിക്കുക. കഴിയുന്നത് 2 മണിൻ്റെയും 3 മണിൻ്റെയും ഇടയിൽ ഇടാൻ ശ്രമിക്കുക. പിന്നെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുമ്പോൾ നമ്മളെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് മെല്ലെ 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 റീച്ച് ആവും. ആരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, നമ്മൾ ആർക്കും ആ ലിങ്ക് എടുത്ത് അയച്ചു കൊടുക്കുകയും വേണ്ട. കാരണം അതൊക്കെ അയച്ചു കൊടുത്താൽ 100 ആൾ 100 അഭിപ്രായം പറയും. നമ്മൾ അയച്ചു കൊടുക്കലായിരിക്കാം നമ്മളെ പരിചയമുള്ളവർക്ക്. അപ്പോൾ പുതിയ പരിപാടി തുടങ്ങിയതാല്ലേ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ടാ, ഇതുകൊണ്ടൊക്കെ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ, ഇത് ആരെങ്കിലും വിജയിച്ച സംഭവമാണോ, നമ്മളെങ്ങാനും ഇതിൽ നിന്ന് വിജയിച്ച് എന്നറിഞ്ഞാൽ അവരൊക്കെ നമ്മളെ പിന്നാലെ പിടിക്കും. പക്ഷേ ആരും നമ്മൾ പോസിറ്റീവ് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. മറിച്ച് നെഗറ്റീവ് പറഞ്ഞ് എത്രത്തോളം നമ്മളെ തളർത്താൻ പറ്റുമോ അത്രത്തോളം തളർത്താൻ എല്ലാവരും ശ്രമിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണ്ട. ഡെയിലി ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഷോർട്ട് വീഡിയോ. പിന്നെ ഇതുപോലെ ഫോട്ടോസ് എഡിറ്റ് ചെയ്തിട്ട് ലോങ് വീഡിയോ, നമ്മളെ വോയിസും കൊടുത്തിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു 2 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടി, ആദ്യമൊക്കെ 0 ആയിരിക്കും വ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളത് ഇങ്ങനെ 10 പേര് 15 പേര് 20 പേര് അങ്ങനെ റീച്ച് ആവും. ഇപ്പം എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചെയ്ത് 2 ആഴ്ച വരെ ആരും വ്യൂസ് ഇല്ലേനോ, 2 പേരും 3 പേരും ഉള്ളേന്. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ഒരു വീഡിയോ ഇട്ട പാട് 300 പിന്നെ 500 2 ദിവസം കൊണ്ട് 24,000 ആളുകളാണ് ആ വീഡിയോ കണ്ടത്. അതോടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഫുള്ളായി. ഒരാൾ സബ്സ്ക്രൈബർ ഉള്ളിടത്തുനിന്ന് കംപ്ലീറ്റ് സബ്സ്ക്രൈബേഴ്സും കയറി, അത്യാവശ്യം വ്യൂസ് കയറി, ഗ്രൂപ്പിൽ ആളായി, ഗ്രൂപ്പിൽ എൻക്വയറി വരാൻ തുടങ്ങി. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ഒന്നും പിന്മാറാൻ പാടില്ല. നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ബാക്കോട്ട് പോകരുത്. നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റും. മാസത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു 25,000 30,000 വരെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് മാത്രം. ഹാർഡ് വർക്കൊന്നുമില്ല, നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജ് വരുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കുക, ഡെയിലി പോസ്റ്റ് ചെയ്യുക. അപ്ഡേഷൻ ചെയ്യാതെ ഒരു ദിവസം പോലും നിൽക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമുള്ള ഇട്ട പിക്കുകൾ എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.